വിശ്വ പ്രജിൻ വിശ്വത്തിനെ വിളിച്ചുണർത്തി. വൈകിയോ? അവൻ തിരക്കി. ഇല്ലേടാ, എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങിയിട്ടുള്ളൂ. ഇത്തിരി ദൂരം പോവാനുള്ളതല്ലേ, എല്ലാവരും വേഗം ഒരുങ്ങാൻ നോക്കുന്നുണ്ട്. പ്രജിൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും വിശ്വത് ഏതാനും നിമിഷം കൂടി ആ കിടപ്പ് കിടന്നു. കണ്ണുരുട്ടി തന്റെ നേരെ ഓടിവരുന്ന ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം നല്ല മിഴിവോടെ അവന്റെ ഉള്ളിൽ തെളിഞ്ഞു. അന്നത്തെ കുരുന്നു വളർന്ന് തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പെണ്ണൊരുത്തിയായി മാറിയിരിക്കുന്നു. ഇന്നു മുതൽ അവൾ തന്റെ സ്വന്തം. അത് ഓർക്കെ തന്നെ ഒരാനന്ദം അവനെ ആകെ പൊതിഞ്ഞു. 6 മണിയോടെ ഒരുങ്ങിയിറങ്ങി വിശുദ്ധ മുതിർന്നവർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി. 2 കാറിലും ട്രാവലറിലും ഒരു ബസ്സിലുമായി കല്യാണ സംഘം പുറപ്പെട്ടു. അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നിലയുടെ കണ്ണു നിറഞ്ഞു. കണ്ണു നിറച്ച് ഇറങ്ങാൻ നിൽക്കല്ലേ നിലയെ, അമ്മ വന്നു അവളുടെ തോളിൽ തട്ടി. ദേ, നീ എന്നെ ഏൽപ്പിച്ച 2 മക്കൾ ഇന്ന് സുരക്ഷിതമായ കൈകളിൽ ആണുട്ടോ. ഇന്നത്തോടെ അമ്മയുടെ ഉള്ളിലെ വലിയ ആദ്യം ഒഴിയാ. എൻ്റെ മക്കൾക്ക് എന്നും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഇനിയുള്ളൂ. ഇവളോട് കരയണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അമ്മമ്മ കരയാൻ നിൽക്കാ? ജിതിൻ വന്ന് അമ്മയെ ചേർത്ത് പിടിച്ചു. നില എല്ലാവരിൽ നിന്നും അനുഗ്രഹം വാങ്ങി. ബോട്ടിൽ ഗ്രീനിൽ ഗോൾഡ് മിക്സ് വരുന്ന കാഞ്ചീപുരം സിൽക്ക് സാരിയിൽ സർവാഭരണ വിഭൂഷിതയായി കല്യാണ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന നില. നീലമ്മയ്ക്ക് അവൾ എത്ര നോക്കിയിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. തന്റെ തന്നെ കണ്ണവൾ കേൾക്കുമെന്ന് ഭയന്ന് നിലയുടെ ചെവിക്ക് പിന്നിൽ അവൾ കരുതൊട്ട് കൊടുത്തു. വിശ്വത്തിന്റെ നാട്ടിൽ കെട്ടിക്കഴിഞ്ഞ ശേഷമാണ് പുടവ കൈമാറുന്നത്. നിലയുടെ നാട്ടിൽ ചടങ്ങ് അങ്ങനെയല്ലാത്തതുകൊണ്ട് തലേന്ന് രാവിലെ വൃന്ദയും സേതിയും പ്രചനം കൂടി വന്നാണ് നിലയ്ക്ക് പുടവ കൊടുത്തു പോയത്. ജിതിന്റെ കാറിൽ നിലയും നീലിമയും കുഞ്ഞും സീമയും അമ്മമ്മയും കയറി. ബാക്കിയുള്ളവർ മറ്റു കാറുകളിലും ട്രാവലറിലും ഒക്കെ ഓഡിറ്റോറിയത്തിലേക്ക് യാത്ര തിരിച്ചു. ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റ് കടന്നപ്പോൾ നില ജിതിനെ നോക്കി. ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്നിടത്ത് വിശ്വത്തിന്റെയും നിലയുടെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് 2 ആളുടെയും ഒരു കാർട്ടൂൺ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു രസമല്ലേ നിലയെ? അവൻ അവളെ നോക്കി കണ്ടു ചിമ്മി. ആ രസമല്ലയിൽ വേറെ എന്തൊക്കെയോ കൂടി ഒളിച്ചിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. ഓഡിറ്റോറിയത്തിന്റെ ഡെക്കറേഷൻ സമയത്ത് നിലയെ ഈ ഭാഗത്തേക്ക് അടുപ്പിച്ചിരുന്നില്ലേ ജിതിൻ? കോളേജിന്റെ ഗേറ്റിൽ, പാടത്തെ ബെഞ്ചിൽ, അങ്ങനെ അവരുടെ പല നല്ല നിമിഷങ്ങളും കാർട്ടൂൺ രൂപത്തിൽ പലയിടങ്ങളിലായി ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തേത് എൻഗേജ്മെന്റിന് 2 ആളും കൂടി വരാതിൽ നിന്ന് ചാറ്റൽ മഴ കൊള്ളുന്നതാണ്. എല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത നല്ലൊരു പ്രണയകാവ്യം. നില ഓരോന്നും നടന്നു കണ്ടു കഴിയുന്നതുവരെ ജിതിനും നിലയും അവൾക്കൊപ്പം നിന്നു. എല്ലാം കണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. അവൾ ജിതിനെ കെട്ടിപ്പിടിച്ചു. ഹോ, സമാധാനം. മിനിമം ഞാനൊരു കുനിച്ചു നിർത്തി ഇടി പ്രതീക്ഷിച്ചു. ഇനി അവന്റെ നാവോ കിട്ടാനിരിക്കുന്നത്. അവൻ അവളുടെ തോളിലും തട്ടി. നിലവാ, ആളുകളൊക്കെ എത്തിത്തുടങ്ങി, നമുക്ക് ആ റൂമിലേക്ക് ഇരിക്കാം. നീലിമ അവളെയും കൂട്ടി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. 9 മണിയുടെ ചെക്കൻ കൂട്ടരെത്തി. സൗരവും ജിതിനും കൂടിയാണ് വിശ്വത്തിനെ മാലയിട്ട് സ്വീകരിച്ചത്. വന്നവരുടെ എല്ലാം കണ്ണുകൾ കാർട്ടൂൺ പോസ്റ്റുകളിലാണ്. വിശ്വത്തിന് അത് എല്ലാം ഒന്നും പോയി നോക്കി കാണാൻ പറ്റുന്ന അന്തരീക്ഷമായിരുന്നില്ല. സ്റ്റേജിലേക്ക് പോകുന്ന വഴിയിലുള്ള പോസ്റ്റുകൾ അവൻ കണ്ണുടക്കി. എല്ലാം കാണാൻ പറ്റില്ലെന്നുള്ള വിഷമം വേണ്ട, ഞാൻ സമയം പോലെ സെൻഡ് ചെയ്തു തരാനേ. അവനെ സ്റ്റേജിലേക്ക് ഇരുന്നിടയിൽ ജിതിൻ പയ്യെ പറഞ്ഞു. വേണമെന്നില്ല. അവൻ ജിതിനെ ദയനീയമായി നോക്കി. എല്ലാവരും അറിയട്ടെ, 10-15 വർഷത്തെ കാത്തിരിപ്പിന്റെ സാഫല്യമാണിതെന്ന്. മുതിർന്നവർ കൂടി സ്റ്റേജിലേക്ക് വന്നതോടെ പൂജ തുടങ്ങി. താലി പൂജിച്ചു കഴിഞ്ഞ് പൂജാരി അഷ്ടമംഗലി തട്ട് ഷീജയെ ഏൽപ്പിച്ചു. ഷീജ അതുമായി നിലയ്ക്കരികിലേക്ക് എത്തി. ഫോട്ടോഗ്രാഫർമാർ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഷീജയിൽ നിന്ന് നില അഷ്ടമംഗലി തട്ട് വാങ്ങി. വിശ്വത്തിന്റെ കണ്ണുകൾ നിലയുടെ വരവിനെ കാത്തുനിന്നു. അഷ്ടമംഗല്യ തട്ടുമായി നീലിമയ്ക്കും സീമയ്ക്കും ഒപ്പം നടന്നു വരുന്ന നില. അവൾ ആ താലവുമായി സ്റ്റേജിലേക്ക് കയറി 3 വട്ടം വലം വെച്ചു വന്ന് അവനടുത്തായി വന്നിരിക്കും വരെ അവന്റെ നോട്ടം അവളിൽ നിന്ന് മാറിയില്ല. പ്രജിന്റെ കളിയാക്കലും കമന്റുമൊന്നും അവന് ഏശിയതേയില്ല. അടുത്തവളെ കിട്ടിയതും അവൻ അവളുടെ കയ്യിൽ ഒന്ന് മുറുകെ പിടിച്ചുവിട്ടു. ആ ഒരു പിടിയിൽ അവൾക്കറിയാനായി അവന്റെ മാനസികാവസ്ഥ. അന്നേരം വരെ അവനായി ഒരു നോട്ടം നൽകാതിരുന്നവൾ അവനെ മുഖമെടുത്ത് നോക്കി. ആ ഒരു നോട്ടത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു വിശ്വത്ത്. നോട്ടം പരസ്പരം ഇടിഞ്ഞതും അവനിൽ നിന്നൊരു കനത്ത നിശ്വാസം പുറത്തു വന്നു. മുഹൂർത്തം അധികം നേരമില്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാം വേഗമായിരുന്നു. താലി കെട്ടാൻ സമയമായപ്പോൾ അവർ മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നു. വിജയന്റെ കയ്യിൽ നിന്ന് പ്രാർത്ഥനയോടെ വിശ്വത്ത് താലിമാല വാങ്ങി. കൈകൂപ്പി നിന്ന് കണ്ണുകൾ അടയ്ക്കാതെ ആ താലി സ്വീകരിക്കുമ്പോൾ നിലയുടെ നോട്ടം അത്രയും അവനിൽ തന്നെ തങ്ങി നിന്നു. അവനിൽ നിറയുന്ന സന്തോഷവും നിർവൃതിയുമെല്ലാം അവളിലും അതേ അളവിൽ പ്രതിഫലിച്ചു. താലി മുറുക്കി കഴിഞ്ഞു നിലയുടെ നെറുകിൽ അവൻ നിറഞ്ഞ മനസ്സാലെ മുത്തി.
ശേഷം അവളുടെ കൂപ്പിപ്പിടിച്ച കയ്യിൽ അവൻ മുറുകെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചു. രണ്ടാളുടെയും കണ്ണു നിറഞ്ഞു. ജിതിനും നീലിമയും സേതിയും കണ്ണു തുടിച്ചു. അവരും ഏറെ ആഗ്രഹിച്ച് കാത്തിരുന്ന നിമിഷമാണിത്. വിശ്വയുക്ത നിലയുടെ സീമന്തരകിൽ കുങ്കുമം ചാർത്തി പരസ്പരം പൂമാല അണിയിച്ചു. അച്യുത നിലയുടെ കൈ വിശ്വത്തിന്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു. അവൻ ആ കൈ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. വീഡിയോഗ്രാഫർമാർക്കൊക്കെ ഒരു നിർദ്ദേശവും നൽകാൻ ഇല്ലാതെ അവരുടെ മനോഹര നിമിഷങ്ങൾ ഭംഗി ചോരാതെ പകർത്തേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഓഡിറ്റോറിയം നിറഞ്ഞുന്ന ജനങ്ങളെല്ലാം ഒരുപോലെ അവരെ മനസ്സാലെ അനുഗ്രഹിച്ചു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.